വെള്ളാപ്പള്ളിക്കെതിരായ നിയമ നടപടികൾ ഊർജിതമാക്കണം. ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി യൂത്ത് ലീഗ്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനെതിരായ നിയമ നടപടികൾ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. മൈക്രോ ഫിനാൻസ് കേസ്, KK മഹേഷൻ കേസ് എന്നിവയിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും വിദ്വേഷ പ്രസ്താവനകളിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നുമാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. നിയമ നടപടികൾ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. വെള്ളാപ്പള്ളിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ SIT രൂപീകരിക്കണമെന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരു സ്ഫോടന കേസ്, കോടതി മാറ്റത്തിനെതിരെ സക്രിയയുടെ കുടുംബം. ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ പൂർത്തിയായ ശേഷം കോടതി മാറ്റത്തിനെതിരെ സക്രിയയുടെ കുടുംബം. വിചാരണ പൂർത്തിയായിട്ട് കോടതി മാറ്റുന്നത് നീതി നിഷേധമാണെന്ന് ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 2009 അറസ്റ്റിലായ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായ സക്കരിയ കഴിഞ്ഞ 17 വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി, PBയിൽ വീണ്ടും വിമർശനം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനെതിരെ CPIM PBയിൽ വിമർശനം. പിണറായിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമെന്നായിരുന്നു അംഗങ്ങൾ വിമർശിച്ചത്. കനത്ത തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് വിമർശനമുണ്ട്. പാർട്ടിയുടെ തലപ്പത്ത് തന്നെ തിരുത്തലുകൾ വേണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഉദ്യോഗസ്ഥ മേധാവിത്വവും തിരിച്ചടിയായി. തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും PB അംഗങ്ങൾ തുറന്നടിച്ചു. പ്രതിപക്ഷമെന്ന രീതിയിൽ സർഗാത്മകമായി പ്രവർത്തിക്കാനും പോളിറ്റ് ബ്യൂറോയിൽ നിർദ്ദേശമുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി CPIM തുടരണമോ എന്നുള്ള ചർച്ചയും യോഗത്തിലുണ്ടായി. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നേതാക്കൾ CPIM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് ആരോപിച്ചതിൽ അംഗങ്ങൾ അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു. വിലങ്ങാട് വനത്തിൽ കുടുങ്ങിയ 3 പേരെയും കണ്ടെത്തി. യുവാക്കൾക്കെതിരെ കേസെടുക്കും. വാളു കത്തായക്കൊത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് വനംവകുപ്പ് സംഘം ഇവരെ കണ്ടെത്തിയത്. ഇവരെ വനത്തിൽ നിന്ന് പുറത്തെത്തിച്ചു. വടകര ചോറോട് സ്വദേശികളാണിവർ. വെള്ളിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ഇവർ വനത്തിൽ പോകുന്നതും തുടർന്ന് കാണാതാവുന്നതും. എന്തിനാണ് യുവാക്കൾ വനത്തിനുള്ളിൽ പ്രവേശിച്ചതെന്ന് വ്യക്തമല്ല. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കൗതുകത്തിന് വനത്തിൽ കയറിയതാണ്. 12 വനംവകുപ്പ് സംഘങ്ങളാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. 2 ബൈക്കുകളിലായിട്ടാണ് ഇവർ എത്തിയത്. യുവാക്കൾ വനത്തിൽ കുടുങ്ങിയ വിവരം നാട്ടുകാരാണ് ആദ്യം അറിയുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും ഇവർ ഉപയോഗിച്ച ലൈറ്റും കണ്ടെത്തുകയായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. സംരക്ഷിത വനമേഖലയിൽ അതിക്രമിച്ചു കയറിയതിനെ കേസെടുക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മദ്യലഹരിയിൽ അരുംകൊല. കൊല്ലം അഞ്ചാലുമൂട്ടിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകം. സുരേഷ് ബാബുവിനെ കല്ലുകൊണ്ട് തലക്കിടിച്ചു കൊന്നത് ക്ലാസ്മേറ്റായ ബിജു ആണ്. ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു. ലഹരി മൂർച്ഛിച്ച തർക്കത്തിൽ ബിജു സുരേഷിനെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം താന്നിമുക്കിലെ ആളൊഴിഞ്ഞ വീടിന് മുന്നിൽ മൃതദേഹം ഉപേക്ഷിച്ച പ്രതിയായ ബിജു കടന്നുകളയുകയായിരുന്നു. ഇന്നലെയാണ് കൊലപാതകം നടന്നതെന്നാണ് സംശയം. പനയം കൈപ്പള്ളിത്തോട്ടം വീട്ടിൽ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.